മലയാളത്തിൻ്റെ സ്വന്തം ഗാനഗന്ധർവൻ യേശുദാസിനെ വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത സമൂഹ മാധ്യമങ്ങൾ വഴിയും ചില ഓൺലൈൻ വാർത്താ ചാനൽ വഴിയും പ്രചരിപ്പിച്ചിരുന്നു. ഇതിൻ്റെ നിജസ്ഥിതി അറിയാനുള്ള ഓട്ടത്തിനിടയിൽ മകൻ വിജയ് യേശുദാസിൻ്റെ പ്രതികരണം എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലൂടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ വാർത്തകൾ ഞാനും കണ്ടു. ഗുരുതരമായ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നാണ് വാർത്ത. പക്ഷേ ആ വാർത്ത ശരിയല്ല. പപ്പ ഇപ്പോഴും സന്തോഷപൂർവ്വം അമേരിക്കയിലെ ടെക്സസിൽ ഡാലസിലെ സ്വന്തം വസതിയിൽ അമ്മയോടൊപ്പമുണ്ട്. കോവിഡിന് ശേഷം സുഖജീവിതത്തിനായി അന്നു മുതലേ അവിടെ തന്നെയാണ് താമസം. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് അമ്മയുമൊത്ത് വളരെ സന്തോഷപൂർവ്വമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന് വിജയ് കൂട്ടിച്ചേർത്തു. സംഗീതവും സിനിമയുമാണ് അദ്ദേഹത്തിൻ്റെ ലോകം. ടെന്നീസ് കാണുന്നതും ഏറെ ഇഷ്ടമാണ്, വിജയ് പറഞ്ഞു. കൂടാതെ യേശുദാസിൻ്റെ മാനേജർ സേതു അയ്യാലും ഈ തെറ്റായ വാർത്ത നിഷേധിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 10 യേശുദാസിൻ്റെ 85ാം പിറന്നാൾ. മോഹൻലാലും ചിത്രയുമൊക്കെ പിറന്നാളിനോടനുബന്ധിച്ച് യേശുദാസിൻ്റെ ഒപ്പമുള്ള ഫോട്ടോകൾ പങ്കുവച്ചിരുന്നു. കാൽപ്പാടുകൾ എന്ന മലയാള സിനിമയിലൂടെ 1961 പിന്നണി ഗായകനായി യേശുദാസിൻ്റെ സിനിമാ പ്രവേശനം. പിന്നീട് ഇന്ത്യൻ ഭാഷകളിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ പാടിയ അദ്ദേഹത്തിന് 2002 പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരുന്നു. 2017 പത്മവിഭൂഷണം നൽകിയിരുന്നു. ഇപ്പോൾ സിനിമയിൽ സജീവമല്ലാത്ത യേശുദാസ് അവസാനമായി പാടി നിർത്തിയിരിക്കുന്നത് 2022 ജ്യോതി എന്ന തമിഴ് ചിത്രത്തിന് വേണ്ടിയാണ്. 2024 നവംബർ മാസത്തിൽ സർവേശ ക്രിസ്ത്യൻ പ്രാർത്ഥന എന്നൊരു സംഗീത പരിപാടിയിലും പങ്കെടുത്തിരുന്നു. ബോളിവുഡിൽ 1976 ചോട്ടി സി ബാത്ത് എന്ന സിനിമയിലൂടെ ജാനേമൻ ജാനേമൻ എന്ന പാട്ടോടുകൂടി ഹിന്ദി ചലച്ചിത്രവേദിയിൽ അരങ്ങേറ്റം കുറിച്ച യേശുദാസ് ഒത്തിരി ഹിന്ദി ഹിറ്റുകളും സൃഷ്ടിച്ചു. അതേ വർഷം തന്നെ ചിറ്റ്ചോർ എന്ന ഹിന്ദി സിനിമയിലൂടെ ഗോരിതെര ഗാവൻ ബഡ എന്ന ഗാനത്തിലൂടെ ദേശീയ അവാർഡ് ലഭിച്ചു. പക്ഷേ താമസിയാതെ താല്പര്യം കാണിക്കാതെ ഹിന്ദി സിനിമാ ലോകത്തിൽ നിന്നും അദ്ദേഹം പിന്മാറിയതിൻ്റെ കാരണം ഇന്നും നിഗൂഢമാണ്. മലയാളത്തിലെ ഇതിഹാസ സംഗീത സംവിധായകരായ ജി ദേവരാജൻ, വി ദക്ഷിണാമൂർത്തി, എം.എസ്. ബാബുരാജ്, ജോൺസൺ, ഇളയരാജ, വിദ്യാസാഗർ എന്നിവരോടൊപ്പം കൂടി ഒത്തിരി ഹിറ്റ് ഗാനങ്ങളാണ് യേശുദാസ് നമുക്ക് നൽകിയത്. മറ്റാർക്കും ലഭിക്കാത്ത രീതിയിൽ 8 തവണയാണ് നല്ല ഗായകനുള്ള ദേശീയ അവാർഡ് യേശുദാസിന് ലഭിച്ചത്. 1972 അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിലൂടെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. 1973 ഗായത്രി എന്ന സിനിമയിലൂടെ പത്മതീർത്ഥമേ ഉണരൂ എന്ന ഗാനത്തിലൂടെ. 1976 ഹിന്ദി ഗാനമാണ് ഗോരിതെര ഗവൻ ബഡ ചിറ്റ്ചോർ എന്ന സിനിമയിലൂടെ. 1977 ആരവ എന്ന സിനിമയിലൂടെ കമലോൽപതി മാധവ എന്ന ഗാനവും 1981 രാമനും ശ്രീരാമൻ്റെയും എന്ന സിനിമയിലൂടെ തങ്ങ ചങ്ങായി എന്ന ഗാനത്തിനും 1987 ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന പാട്ടിലൂടെയും 91 ഭരതത്തിലെ രാമകഥ ഗാനാലയം എന്ന പാട്ടിലൂടെയും 93 സോപാനത്തിലെ ഹേ ശിവശങ്കര എന്ന പാട്ടിലൂടെയൊക്കെയാണ് യേശുദാസിന് ദേശീയ അവാർഡ് ലഭിച്ചത്.